ഹായ് ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു കാപ്രിക്കോൺ ടോക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചുമ്മാ ഒന്ന് സംസാരിക്കാം, ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. ആക്ച്വലി ഇന്നലെ ഞാനൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ അത് കണ്ടു, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ പറ്റിയ ചെറിയൊരു അബദ്ധം എനിക്കത് ഇന്ന് മനസ്സിലായി. ആക്ച്വലി ഞാൻ ലോങ് വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ഭാഗം ഒരു ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കളഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു കേട്ടോ. യൂഷ്വലി പുള്ളി എന്നെ അങ്ങനെ വീഡിയോസ് കാണാറില്ല, വേറൊന്നും കൊണ്ടല്ല, സപ്പോർട്ട് ചെയ്യണ്ട അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊന്നുമല്ല. പുള്ളി പറയുന്നത് ഞാൻ വീഡിയോയില് സംസാരിക്കുന്നതും നേരിട്ട് സംസാരിക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പോൾ എനിക്ക് പുള്ളിക്ക് ഞാൻ വേറൊരാളായിട്ടാണ് വീഡിയോസിലൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് അത് കാണുമ്പോൾ എന്തോ ഒരു ഇത്, അപ്പോൾ നമുക്ക് തെറ്റിറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്, നീ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനങ്ങനെ ഫാസ്റ്റ് ഫോർവേഡിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ഓൾറെഡി വയ്യാതിരിക്കുന്നത് കൊണ്ട് ഞാൻ 2-3 ദിവസമായി പറയുന്നു വയ്യാതിരിക്കുകയാണ്. ആക്ച്വലി നിങ്ങൾക്ക് എൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ചെറുതായിട്ടൊരു ഇങ്ങനെ കിതപ്പുണ്ട്. അത് കഴിഞ്ഞ ദിവസം എനിക്ക് പനി, ചുമ, ജലദോഷം അങ്ങനെയുള്ള കുറച്ച് അധികം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ബോഡി പെയിനൊക്കെ ആയിരുന്നു, കണ്ണിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, മൂക്കടഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒരു റിക്കവറി ഫേസിലാണ് ഞാൻ. ഭയങ്കര വലിയ അസുഖങ്ങളൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല, കാരണം അവിടെ ഞാൻ AC-യിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ AC-യിലിരുന്ന് വർക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെയും എൻ്റെ കണ്ടീഷൻ മോശമാകും. ഓക്കെ, അപ്പോൾ ഇന്നും എനിക്ക് ചെറിയ ചെറിയ ടാസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ലോങ് വീഡിയോസ് എടുക്കാനായിട്ട് എന്തോ ഭയങ്കര ഇഷ്ടം. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് ഇങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ അതെങ്ങനെയാണ് ആൾക്കാരങ്ങനെ ചെയ്യുന്നത്, ഈ ക്യാമറയെ നോക്കി സംസാരിക്കുക. നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ഓപ്പോസിറ്റ് ആരെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നല്ലോ. നമ്മളെ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ നമ്മളിങ്ങനെ ക്യാമറയിൽ നോക്കിയിട്ട്. അപ്പം അതെങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2-3 ലോങ് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ആക്ച്വലി ഇതൊരു അടിപൊളി സംഭവമാണ്. അതായത് വേറെ ആരും ഉണ്ടാവാൻ പാടില്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഞാൻ വർക്ക് ഫ്രം ഹോമാണ്, ഹസ്ബൻഡ് ജോലിക്ക് പോയി, മോള് പഠിക്കാൻ പോയി. അപ്പം ഞാനിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് വേറെ ആരും എന്നെ ശല്യപ്പെടുത്താനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നുമില്ല. അപ്പം എനിക്കിങ്ങനെ എൻ്റെ മനസ്സ് വേണമെങ്കിൽ തുറക്കാം, ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ അടിപൊളിയാണ് കേട്ടോ ക്യാമറ നോക്കി സംസാരിക്കാന്ന് വെച്ചാൽ. അപ്പം എനിക്ക് മനസ്സിലായി ഈ നമ്മുടെ യൂട്യൂബിൽ കണ്ടന്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയായിരിക്കും സംസാരിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോസ് കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒക്കെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് കുറച്ച് വ്യൂസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസിന് കമൻ്റ് ഇടുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഒരു ഫ്രണ്ട് മെയിനായിട്ട്, പുള്ളിയുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല, ശങ്കർ എന്നാണ് പേര്. ശങ്കർ എന്നെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ, ഭയങ്കര മോട്ടിവേഷനാണ്. എൻ്റെ എല്ലാ വീഡിയോസിനും ഹി വിൽ കമൻറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഫ്ലോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്ത് എനിക്ക് പറഞ്ഞു തരും.
ഇത് ഇങ്ങനെ ചെയ്താൽ നല്ലായിരുന്നു, ഇത് അങ്ങനെ ചെയ്താൽ നല്ലായിരുന്നു, ഇത് നല്ലായിരുന്നു കേട്ടോ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തരും. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ശ്യാമ ചേച്ചി എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്. ചേച്ചി അങ്ങനെ എൻ്റെ വീഡിയോസ് കാണാറുണ്ട്, പക്ഷെ അങ്ങനെ കമൻറ്റ് ചെയ്യാറില്ല. കാരണം ചേച്ചി എൻ്റെ മാത്രമല്ല, പൊതുവെ ഈ സോഷ്യൽ മീഡിയയിൽ കയറി കമൻറ്റ് ചെയ്യുക എന്നുള്ളത് ചേച്ചിക്ക്, ഈവൻ ചേച്ചി വീഡിയോസ് കണ്ടാൽ പോലും അറിയാതെ, ഐ മീൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോവും. ഫുള്ള് കാണുമായിരിക്കും, പക്ഷെ എന്നാലും ലൈക്ക് ചെയ്യില്ല, സ്ക്രോൾ ചെയ്ത് പോവും. ഞാനപ്പോൾ ഓഫീസിൽ വെച്ച് ചേച്ചിയുടെ ഫോൺ എടുത്തിട്ട് യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ ഞാൻ തന്നെ ഇരുന്ന് പ്ലേ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ശരിക്കും ചെയ്യാൻ പാടില്ല, എന്നാലും ചേച്ചി അങ്ങനെയാണ് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട്, എനിക്ക് ആ ചേച്ചിനോട് ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ ഫ്രണ്ട്സ് എന്നുള്ളത് പറയണേ, അത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ആരെങ്കിലും. പിന്നെ എന്താ പറയണ്ടേ, പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നോട് അഭിപ്രായങ്ങൾ എന്തായാലും പറയണം. നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടത്? നിങ്ങൾക്ക് എന്താണ്, ഡേ ഇൻ മൈ ലൈഫ് വേണോ, അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുന്ന കാര്യങ്ങൾ, ഓഫീസിലെ ഇത് വേണോ? ഓഫീസിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം മെയിലൊക്കെ വരും. സോ എനിക്ക് അധികം ഓഫീസ് ലൈഫ് കാണിക്കാൻ പറ്റില്ല, എന്നാലും കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ഒക്കെ എനിക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്യാം. പിന്നെ ആസ് യൂഷ്വൽ ഓരോ ആമസോൺ ഹോൾ, ഫ്ലിപ്കാർട്ട് ഹോൾ, പിന്നെ അൺബോക്സിങ് വീഡിയോസ്, പിന്നെന്താ റൂം ടൂറ്, ഹോം ടൂറ്. ഇതില് നെക്സ്റ്റ് വീഡിയോ എന്ത് വേണം എന്നുള്ളത് നിങ്ങളിൽ കാണുന്ന ഈ പറഞ്ഞ ശങ്കറും ശ്യാമയും അല്ലാതെ എൻ്റെ ഹസ്ബൻഡും എനിക്ക് പരിചയമില്ലാത്ത വേറെ ആരെങ്കിലും കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം ഞാൻ ഇവരുടെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് പുറത്തുനിന്നുള്ള ഒരാളുടെ നമ്മുടെ വീഡിയോസ് പുറത്തേക്ക് അത് എത്തുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്. നിങ്ങൾ പറയുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അപ്പം എന്താ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കടന്നല് പറക്കുന്നുണ്ട്, അത് പോയി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസം ഇതേപോലെ പിന്നെയും ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആയിട്ട് വരാം. ചിറ്റ് ചാറ്റ് എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല, കാരണം ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ തന്നെ പറയുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ബോറല്ലേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.